നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8 തീയതി തിങ്കളാഴ്ച 2026. നമ്മൾ നോക്കാൻ പോകുന്നത് 15 തീയതി വരെ, 15 ജൂൺ 2026 വരെ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലേക്ക് എന്താണ് വരുന്നത് അതിനുള്ളിൽ, കേട്ടോ. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഭഗവാനെ, ഓം നമ ശിവായ. അപ്പോൾ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? അതാണ് വരുന്നത്. ഇത്രയും കാണിച്ചെടുക്കാൻ പറ്റില്ല. ഭഗവാനെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് വരുന്നത്? ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി കാർഡ്സ് വല്ലോണ്ട്. ഈ കാർഡ് വീഴാൻ പോയിട്ട് കുറെ കാർഡ്സ് വന്നു. അപ്പൊ എനിക്ക് അത്രയും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ, പിന്നെ അത് ഇതെന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന കാർഡാണ് ഈ കാർഡ്. നിങ്ങൾക്ക് വേണ്ടി വന്ന കാർഡാണ് ഇത്. 2 പ്രാവശ്യം വന്നു. ഇതെന്താ പറയുന്നത് വെച്ചാല്, നോ എന്ന് പറയണം. നിങ്ങൾ ചില സമയത്ത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്കറിയാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം. ഓൾറെഡി നിങ്ങൾക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിന്റെ കൂടെ ഇതും കൂടെ വന്നപ്പോ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ നോ പറയാൻ മടിയായതുകൊണ്ട്, കാരണം മറ്റുള്ളവരെ മുഷിപ്പിക്കണം നിങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പൊ നിങ്ങൾ നോ പറയാൻ മടിയായതുകൊണ്ട് നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഏറ്റെടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് ശരിയാവില്ല, നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ വലിയ പണിയാവും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വളരെ ശുദ്ധഗതിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം നല്ലവണ്ണം ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറയും. ദൈവത്തിന്റെ ഒരു നോട്ടം നിങ്ങളുടെ മേത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകും. അത്ര മാരകമാണെങ്കിൽ പോലും അത് മാറിപ്പോകുന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് പറയുന്നത് ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണാവോ അത്. കർമ്മയിൽ നിന്ന് നമുക്ക് ഓടാൻ പറ്റില്ല. നമ്മളെ എല്ലാവരെയും പറ്റിച്ചാലും, ലോകത്തുള്ള എല്ലാവരെയും, നമ്മള് തെറ്റ് ചെയ്യുന്നവരെ പോലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നിന്നോട് എന്ന് പറഞ്ഞ് പറ്റിച്ചാൽ പോലും ദൈവത്തിന്റെ മുമ്പില് നമുക്ക് ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല ദൈവത്തിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ കർമ്മയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അടുത്ത കാർഡ് ലോർഡ് ഗണേശ. നിങ്ങൾക്കൊരു പുതിയ തുടക്കമാകാം എന്ന് പറയുന്നുണ്ട്. എല്ലാ വിഘ്നങ്ങളും മാറ്റിയിട്ടുണ്ട്, ഇനി പുതിയൊരു തുടക്കമാകാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അവസാനത്തെ കാർഡ് പറയുന്നത് ഇവിടെ രുദ്രമന്ത്രം ജപിക്കണമെന്നാണ്. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, കേട്ടോ. നമുക്ക് എന്തും ദൈവത്തിനോട് പറയാം, കാരണം നമുക്ക് ദൈവത്തിന് ഒളിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ദൈവം കാണുന്നുണ്ട്. മറ്റുള്ളവരോട് പറയണം എന്നില്ല, പക്ഷെ ദൈവത്തിനോട് നമുക്ക് എന്തും പറയാം. ഒരു തരത്തിൽ ഈ കുംഭസാരവും അതുപോലെ തന്നെയാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ ഏറ്റുപറയുന്നു, അല്ലെ? അതിനുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് അന്വേഷിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം, അതാണ് നിങ്ങളുടെ ഓറക്കൽ മെസ്സേജ്, നമുക്ക് ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇപ്പോഴുള്ള എനർജി എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് അടുത്ത തിങ്കളാഴ്ച വരെയുള്ള അവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നോക്കാൻ പോകുന്നത്, കേട്ടോ. ലവ് റിലേഷൻഷിപ്പ്. ഭഗവാനേ, ഓം നമഃ ശിവായ. നമുക്ക് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും എനർജീസ് ഉണ്ട്. അപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ ഒരു എനർജി കൊണ്ടുപോകുന്നു, നിങ്ങളുടെ വ്യക്തി ഒരു എനർജി കൊണ്ടുവരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനകത്തേക്ക് എന്ത് എനർജിയാണ്, റിലേഷൻഷിപ്പിലേക്ക് എന്ത് എനർജിയാണ് പ്രൊജക്ട് ചെയ്യുന്നത്, ഇടുന്നത്, ആ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ. നിങ്ങളുടെ എനർജി, റിലേഷൻഷിപ്പിന്റെ എനർജി, ദ സൺ കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ 8 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ 9 ഓഫ് കപ്സ് അപ്രൈറ്റ് വന്നിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരുന്നു. ഒരു ബ്രേക്കപ്പ് ഒക്കെ നടന്ന് ഒരു പ്രശ്നം, വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി രണ്ടാമത് ഒരുമിച്ച് ചേർന്ന ആളുകളാണോ നിങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വലിയ മാരകമായ എന്തോ പ്രശ്നം നിങ്ങൾ തമ്മിൽ ഉണ്ടായി, രണ്ടുപേരും അകന്നു പോയി. പക്ഷെ ഇപ്പോ വളരെയധികം സന്തോഷത്തിലാണെന്നാണ് പറയുന്നത്.
അപ്പോ ഇവിടെ കാരണം സന്തോഷം എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടുപേരും അകന്നു പോയ രണ്ടുപേരും തിരിച്ചു വന്നിരിക്കുന്നു. ചിലപ്പോ ഒരു ഡിവോഴ്സിന്റെ അടുത്ത് വരെ എത്തിയ ഒരു അവസ്ഥയായിരുന്നിരിക്കാം ഇത്. എന്തായാലും രണ്ടുപേരും തിരിച്ചു വന്നിപ്പോ ഒരുമിച്ചാണെന്നാണ് പറയുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. 9 ഓഫ് കപ്സ് ഉണ്ട്, വളരെ ഹാപ്പിയാണ്. 8 ഓഫ് കപ്സ് റിവേഴ്സ്. 8 ഓഫ് കപ്സ് ഇങ്ങനെ വന്നാൽ അബാൻഡൻ ചെയ്തു, ഇറങ്ങിപ്പോയി എന്നാണ്. തിരിച്ചു വന്നു, ഇറങ്ങിപ്പോയ ആള് തിരിച്ചു വന്നു എന്നാണ് കാണിക്കുന്നത്. സൺ കാർഡ് ഹാപ്പിനെസ്സും ഒരു ബേബിയും എല്ലാം കാണിക്കുന്നുണ്ട്. ചിലപ്പോ ഇതില് ചിലപ്പോ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ പ്രഗ്നന്റും ആയിരിക്കാം. അത് അറിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ രണ്ടാമത് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്, അറിയില്ല എനിക്ക്. എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പിയാണ് എന്നാണ് കാണിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ. ഇത് ലിയോ ആണ്, ഇത് ക്യാൻസർ പൈസസ് സ്കോർപിയോ, ഇത് ക്യാൻസർ പൈസസ് സ്കോർപിയോ. ഇനി 15 ജൂൺ 2026 നിങ്ങളുടെ ഈ ബന്ധത്തിലേക്ക് എന്താണ് വരാൻ പോകുന്നത്? കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ, എംപറസ് ഉണ്ട് ഇവിടെ, 6 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, മൂൺ കാർഡ് ഉണ്ട്. ഇതെല്ലാം അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ പിന്നെ ഉള്ളത് 4 ഓഫ് കപ്സും അപ്രൈറ്റും പിന്നെ നൈറ്റ് ഓഫ് സ്വേർഡ്സും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സന്തോഷ വാർത്ത, നിങ്ങൾ ഒരുമിച്ച് ചേർന്നതും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു ചിലർക്കെങ്കിലും, അതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധുക്കളെല്ലാം വരും. അപ്പൊ അകന്നിരുന്ന എല്ലാവരും, ചിലപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം കാരണം അകന്നിരുന്ന എല്ലാ ബന്ധുക്കളും നിങ്ങളോട് നിങ്ങളുടെ ഈ 15th മുമ്പ് എല്ലാവരും തിരിച്ചു വരും നിങ്ങളുടെ ഫാമിലിയിലേക്ക്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അവര് ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് തരും. പിന്നെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ പ്ലാനിങ് എന്താണ് അതൊക്കെ അറിയണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നടന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവരെല്ലാം ഇഗ്നോർ ചെയ്യും. ഇവരാരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, അവർ ഡിസ്കസ് ചെയ്യില്ല. കാരണം സന്തോഷകരമായ ഒരു സമയമാണ്. നിങ്ങൾ ഒരുമിച്ച് ചേർന്നു എന്നത് തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. ഇപ്പൊ പഴയ ദുഃഖ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനകത്ത് കോട്ടം തട്ടിക്കാൻ ഇവര് ട്രൈ ചെയ്യില്ല. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അമ്മ, ചിലപ്പോൾ നിങ്ങളുടെ എംപ്ലോയേഴ്സ് എല്ലാം വരും. നിങ്ങളുടെ ജ്യേഷ്ഠനോ, അകന്നിരുന്ന ജ്യേഷ്ഠൻ മിണ്ടാതിരുന്നത് ഈ പ്രശ്നം കൊണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും. വളരെയധികം ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരും. എല്ലാവരും ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സന്തോഷം എല്ലാവരും ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറെ ഇവർക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അവർ ഇഗ്നോർ ചെയ്യാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തീരുമാനമെടുത്തായിരിക്കും സെപ്പറേറ്റഡ് ആവാൻ. നിങ്ങളുടെ ഫാമിലിക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റിയില്ലായിരിക്കും. നിങ്ങൾ രണ്ടുപേരെയും അവരെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇതൊരു ലവ് മാരേജ് ആയിരുന്നിട്ട് നിങ്ങളുടെ എല്ലാവരും എതിർത്ത് നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് നിങ്ങൾ അകലാൻ പോയപ്പോ അകന്ന് ഇവരുടെ ഫാമിലിയുടെ കൂടെ പോയി. പക്ഷെ അവസാനം ദൈവം സഹായിച്ച് ഒരു കുഞ്ഞിന്റെ കാര്യം കൊണ്ടാണോ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ നിങ്ങളിപ്പോ അടുത്തിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളുടെ ഫാമിലി സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ അവർക്ക് പണ്ട് നിങ്ങളോട് ദേഷ്യം ഉണ്ടായി, നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോയതിൽ ഇഷ്ടമില്ലായിരുന്നെങ്കിലും ഇതൊന്നും അവർ പറയില്ല എന്നാണ് പറയുന്നത്. അവരെല്ലാം ഇഗ്നോർ ചെയ്യും. അതുപോലെ തന്നെ പക്ഷേ ഈ വരുന്ന ബന്ധുക്കൾ ചില ഓഫേഴ്സ് വയ്ക്കും നിങ്ങൾക്ക്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കൂ. ഇനിയിപ്പോ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? കുഞ്ഞുങ്ങൾ ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഇല്ലാതിരിക്കാം. അപ്പോ ചിലപ്പോ കുഞ്ഞുണ്ടാവാത്തൊരു കാര്യം കൊണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്. അത് ദൈവം സഹായിച്ച് അതിനൊരു വഴി ആയപ്പോ രണ്ടുപേരും ചേർന്നതായിരിക്കാം. എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ നോക്കുക. അപ്പോ ഈ വരുന്ന ബന്ധുക്കള് നിങ്ങളുടെ അടുത്ത് വന്ന് കുറെ ഓഫേഴ്സ്, ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ നോക്കിക്കോളാം കാര്യം എന്നെല്ലാം പറയുമെങ്കിലും നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആള് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു കൂടിച്ചേരലിന് മുമ്പ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഈ വ്യക്തിയായിട്ട് എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം ഈ വ്യക്തിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇവരെ ആരുടെയും കൂടെ പോകുകയോ ആരുടെയും സഹായം എടുക്കുകയോ ചെയ്യില്ല. കാരണം ഈ വ്യക്തി വളരെ കേപ്പബിൾ ആയ ഒരാളാണ്. ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഇല്ലെങ്കിൽ ഇനി ജോലി ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കാണ് ഈ വ്യക്തി പോകുന്നത്. കാരണം ഇനി ഒരാളും കൂടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇനിയും വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണോ വ്യക്തി നേരത്തെ റിലേഷൻഷിപ്പിൽ ചെയ്യാതിരുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തില്ലായിരിക്കാം, അതെല്ലാം ചെയ്യാൻ തുടങ്ങും ഇനി കേട്ടോ. അപ്പൊ നല്ല സമയമാണ് നിങ്ങൾക്ക് ഈ 15-ാം തീയതിക്കുള്ളിൽ വരുന്നത്. അത് പിന്നെ മുമ്പോട്ട് പൊക്കോളും, കുഴപ്പമില്ല. അപ്പോ ഇവിടെ ചിലർ ഫൈറ്റ് ചെയ്യാനും വരും. ചിലപ്പം ചില ബന്ധുക്കള്
എന്നുവെച്ചാൽ നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമാവും, നമ്മളുടെ ബ്രദർ സിസ്റ്റേഴ്സിനൊക്കെ സന്തോഷമാവുമെങ്കിലും നമ്മളുടെ അകന്ന ബന്ധത്തിൽ കുറെ ആൾക്കാരുണ്ടാവും, നിങ്ങൾ അകന്നതിൽ സന്തോഷിക്കുന്നവര്, അവരൊക്കെ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും കേട്ടോ. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങളുടെ വ്യക്തി അത് ഡീൽ ചെയ്തോളും എന്നാണ് പറയുന്നത്. അവരുടെ ബന്ധുക്കളാണ് ഈ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അവരത് ഡീൽ ചെയ്തോളും, നിങ്ങൾക്ക് അത് വലിയ തലവേദനയായിട്ട് മാറില്ല എന്നാണ് പറയുന്നത്. ഇത് ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ 4 ഓഫ് കപ്സ് ആണ്. റിജക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യണം. എന്നുവെച്ചാല് നമ്മൾക്ക് മനസ്സുകൊണ്ട് പണ്ടും അടുപ്പമില്ല, അത് ഇപ്പോ ചേർന്ന് പറഞ്ഞ് ഇവരോട് അടുപ്പം കാണിക്കണമല്ലോ. നിങ്ങൾ തമ്മിലാണ് ബന്ധം, നിങ്ങളുടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ദൂരെയുള്ള അമ്മാവന്മാരും അമ്മായിമാരും എല്ലാം വന്നിട്ട് വെറുതെ ദുസ്വാതന്ത്ര്യം എടുക്കാൻ ശ്രമിക്കും. അപ്പൊ അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും അവരെയൊക്കെ ഒഴിവാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നല്ല ഒരു കാര്യമാണ്. നിങ്ങളുടെ 15-ാം തീയതി നിങ്ങളുടെ എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്, ഈ ആഴ്ച നിങ്ങളുടെ എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ആദ്യം ജോലി ഒന്നും എടുക്കാതിരുന്ന, അല്ലെങ്കിൽ വീട്ടുകാരുടെ ചെലവിലായിരിക്കും നിങ്ങൾ എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഇനി ഞാൻ അവിടെ വന്ന് താമസിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ താമസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോയി നിന്ന് അങ്ങനെ സെപ്പറേറ്റഡ് ആയി തുടങ്ങി, അങ്ങനെ അങ്ങനെ പ്രശ്നം വലുതായി ഇപ്പൊ ഈ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ എത്തിയതായിരിക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു നല്ലൊരു ന്യൂസ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ്, നിങ്ങളുടെ വ്യക്തിയും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. അപ്പോ നേരത്തെ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരുന്ന നിങ്ങളുടെ വ്യക്തി, ഇനി വ്യക്തി പൈസ സേവ് ചെയ്യാൻ തുടങ്ങും. പൈസ ഉണ്ടാക്കണം, എനിക്ക് ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ ജോലി കണ്ടുപിടിക്കണം, സ്ത്രീ ആയാലും പുരുഷനായാലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി, അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ അത്ര സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ ഞാൻ നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുമെന്ന് നിങ്ങളുടെ ഭാര്യ, ഭർത്താവ് ആരുമായിക്കോട്ടെ അത് കാണിക്കാനും, പിന്നെ ഇനിയിപ്പോ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ, എബ്രോഡ് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ അതിനും നിങ്ങളുടെ വ്യക്തി ട്രൈ ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ജീവിതം മുമ്പോട്ട് പോകണം, നല്ല നിലയിൽ ജീവിക്കണം, അതിനു വേണ്ടി. അപ്പൊ നല്ല സമയമാണ് വരുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രൊട്ടക്റ്റീവുമായിരിക്കും, വളരെ കെയറിങ്ങുമായിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അപ്പോൾ ആദ്യം എന്തോ പ്രശ്നമൊക്കെ കൊണ്ട്, ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും ഒരുമിച്ച് കൂടിയതിനു ശേഷം ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സെപ്പറേഷന്റെ സമയത്ത് നിങ്ങളെ നന്നായിട്ട് ഈ വ്യക്തി മിസ് ചെയ്തിട്ടുണ്ടാവും, പേടിച്ചു പോയിട്ടുണ്ടാവും നിങ്ങളെ നഷ്ടപ്പെടുമെന്ന്. ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടില്ല അതൊക്കെ അങ്ങനെ വന്നു പറ്റി. ഓക്കെ, ഇനി ഇപ്പൊ കുഴപ്പമില്ല, ഈ വ്യക്തിയുടെ സ്നേഹം മുഴുവൻ നിങ്ങൾക്ക് തരും. ഇതൊരു കിങ് ഓഫ് കപ്സ് ആണ്, വളരെയധികം സ്നേഹിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ്. ആരോടും കുറ്റങ്ങളൊന്നും പറയാത്ത, ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ നന്നായിട്ട് നോക്കും. അതിനു വേണ്ടി ഈ വ്യക്തിക്ക് അന്യരാജ്യത്ത് പോയി ജോലി എടുക്കേണ്ടി വന്നാൽ പോലും ഈ വ്യക്തി അത് ചെയ്യുമെന്നാണ് പറയുന്നത്. ചില സമയത്ത് എന്ത് വരുന്നത്, കല്യാണമൊക്കെ പറയുമ്പോഴത്തേക്കും അത് എന്തിനാണ് അങ്ങനെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പെൺകുട്ടിയെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മകനെ കൊണ്ടുപോകാം, ഞാൻ അവിടെ നേഴ്സാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ വലിയ ജോലിയിലാണ്, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെയോ ഭാര്യയോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെയുള്ള വാക്ക് കൊടുത്തിട്ട്, അപ്പൊ മോഹം കൊടുക്കുകയാണ് കല്യാണം കഴിക്കുന്ന സ്ത്രീക്കോ പുരുഷനോ. അവര് പാവങ്ങൾ അത് വിശ്വസിച്ചിരിക്കും. അവസാനം വരുമ്പോ അറിയാം, ഇല്ല ഞാൻ അവിടെ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് പോരുകയാണെന്ന്. അങ്ങനെ എന്തോ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് അത് തുടങ്ങിയ പ്രശ്നമാണ് നിങ്ങൾ തമ്മില്. ഒഴിഞ്ഞു പോകും. അപ്പൊ എങ്ങനെയാണെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഈ വ്യക്തി നല്ല ഒരു മനുഷ്യനായിട്ട് മാറും, ഈ സ്ത്രീയോ പുരുഷനോ കേട്ടോ. ചെയ്ത തെറ്റുകളെല്ലാം അവർക്ക് കുറ്റബോധമുണ്ട്. അവര് നന്നായിട്ട് ഇനി നിങ്ങളെ നോക്കിക്കോളും, നിങ്ങൾ പേടിക്കണ്ട. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ. അപ്പൊ ഇനി പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി നോക്കാൻ പോകുന്നത്. കൂടെ നിങ്ങളോട് ഇമോഷണലി എല്ലാ തരത്തിലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഈ വ്യക്തി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.